വിഷമമുണ്ട്, നാട്ടിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് വിഷമമുള്ളതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നില്ലേ? അത് ഞാൻ എന്തായാലും മറുപടി പറയുന്നത്, അത് അത്യാവശ്യം പുറത്ത് കൊണ്ടുവരണം. അതിനെന്നെ സംശയിക്കുന്നത് അപകടമരണമല്ലല്ലോ ഇത് സൂയിസൈഡ് ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ അത് എന്തുകൊണ്ടാണ്, എന്ത് സാഹചര്യമാണ്, എവിടെ നിന്നാണ് പുള്ളിക്കാരത്തിയുടെ ജോലി സ്ഥലത്താണോ ഭവനങ്ങളിൽ നിന്നാണോ എന്താ പ്രശ്നം ഉണ്ടായെന്നുള്ളത് അറിയണ്ടേ? തീർച്ചയായിട്ടും അതാവശ്യമല്ലേ. അവർക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളുള്ളതായിട്ട് നമുക്കറിയത്തില്ല, ആരും പറഞ്ഞു പോലും കേട്ടില്ല. പൊതുവേ അവരുടെ കെട്ടി വന്ന വീട് തൊണ്ടമാവങ്ങളിൽ നിന്നാണ് അവരുടെ വീട്ടുകാർ. അവരെല്ലാം നല്ല ആൾക്കാരാണ്. അതായത് അവരെക്കുറിച്ചൊരു എല്ലാവരും തന്നെ സൗമ്യരാണ്, അല്ലാതെ മറ്റൊരു തരത്തിലും പ്രശ്നക്കാരോ അങ്ങനെയുള്ള ആൾക്കാരല്ല. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം കേട്ടപ്പോൾ നമ്മൾ വിശ്വസിക്കാൻ പാടാം. എൻ്റെ ഇളയ മോള് കഴിഞ്ഞ ദിവസം ഇത് കേട്ടപ്പോഴും എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പോൾ അത് ഈ കഴിഞ്ഞ ഞായറാഴ്ച കണ്ട് ഈ അഡ്വക്കേറ്റ് പാടി എനിക്ക് വലിയ പരിചയം, നമ്മൾ കാണുമ്പോൾ ചിരിക്കുന്ന വർത്തമാനം പറയുന്നതല്ലാതെ അവളോട് ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞു, സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു ഈ കാര്യങ്ങൾ. അതായത് അത്ര നല്ല ബിഹേവിയറാണ്, ഇടപെടലൊക്കെ വളരെ നന്നായിട്ടേ. അപ്പം നമുക്ക് ഒരു തരത്തിൽ അവരെക്കുറിച്ച് ഇവിടെ ഒരു മോശമായിട്ട് നമുക്ക് പറയാനില്ല, നമ്മുടെ അറിവിലില്ല. പിന്നെ ഓരോ മനുഷ്യൻ്റെ എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാനൊക്കെയല്ലോ. ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറയാനൊക്കെയുള്ളൂ, ഇല്ലേ കേൾക്കുന്ന കാര്യങ്ങളല്ല. അതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നാ നമുക്കറിയാനൊക്കത്തില്ലല്ലോ. കോട്ടയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ അമ്മയും മക്കളും ഒക്കെ ഇങ്ങനെ ആത്മഹത്യ കഴിഞ്ഞൊരു ഇത് തന്നെ ഒരു ട്രെൻഡ് പോലെ പേടിപ്പിക്കുന്നൊരു ട്രെൻഡായിപ്പോയല്ലോ. ഇപ്പോൾ കോട്ടയത്ത് തന്നെയൊന്നും അല്ല, ഇതിപ്പോൾ രണ്ടെണ്ണം അടുത്തടുത്ത് വന്നു എന്ന് തന്നെയല്ല. ഇത് രണ്ട് ജ്ഞാനായക്കാരാണ്, അതായത് ഒന്ന് ഷൈനിയും ഒന്ന് ജിസ്മോളും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലുകാരും മറ്റ് ചാനലുകാരും എല്ലാവരും ചോദിക്കുന്ന ഇതാണ്. എല്ലാവരും ഇതന്നെ കോട്ടയത്ത് ഇങ്ങനെ ആത്മഹത്യ ഒരു ട്രെൻഡാണ്. അത് കോട്ടയത്ത് തന്നെയൊന്നും അല്ല, എല്ലായിടത്തും ഉണ്ട്. നമ്മളറിയുന്നു, അവനവൻ്റെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ അറിയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അതിലെടുത്ത് നമ്മൾ കേട്ട അത്രയും ഒരു ദാരുണമായ സംഭവമായിരുന്നു ഷൈനിയുടെയും മക്കളുടെയും ആ ഒരു റെയിൽവേ ട്രാക്കിൽ ആ ഒരു സംഭവം. ഇപ്പോൾ പറയുമ്പോൾ ഇനി ഇതിനെങ്ങനെയാണ് ചെറുക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഇപ്പം നമ്മൾ ചെറുക്കാൻ നോക്കിയാൽ ഇപ്പം ഓരോരുത്തർക്ക് അവരവൻ്റെ വീട്ടിലെ കാര്യങ്ങളല്ല അത് ചെയ്യാനൊക്കെ ഉള്ളൂ. അല്ലാതെ അറിയുന്ന ഒരു കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. ഷൈനിയുടെ മരണം കഴിഞ്ഞപ്പോഴും പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കൊച്ചിനെ ഞാൻ വളർത്തുമായിരുന്നു, ഇല്ലെങ്കിൽ രണ്ടിനെയും വേണം ഞാൻ വളർത്തായിരുന്നു. അത് മരിക്കുന്നിടം വരെ ആരും പറയത്തില്ല, ആരും ചെയ്യാനും കാണത്തില്ല. മരിച്ചു കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം ജീവിക്കാൻ ബുദ്ധിമുട്ട്, സാമ്പത്തികമുണ്ട്, കുഴപ്പമൊന്നുമില്ല. സാമ്പത്തികമായിട്ട് നല്ല നിൽക്കുന്ന ആൾക്കാർ അവർ ഞാൻ പറഞ്ഞില്ല, അവർക്ക് 2-3 ലൈൻ ബസ്സുകൾ വർഷങ്ങളായിട്ട് പുള്ളി ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഫാദർ സാമ്പത്തികമായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളവരല്ല. അപ്പോൾ ഈ അടുത്ത കാലല്ല ബസ് പരിപാടി അവർ നിർത്തിയത് തന്നെ വെച്ചാൽ പുള്ളി വാർദ്ധക്യം അല്ല, ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ല, തോന്നുന്നത് ബാക്കിയത് കാര്യങ്ങൾ നടന്നുകൂടാ.